പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ദൈവിക ഗുണങ്ങളാൽ നിറയ്ക്കുന്നു. ആ ഫലങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രകാശമാകുന്നു. 5-ാം ഫലം ദയ. പരിശുദ്ധാത്മാവിന്റെ 5-ാം ഫലം ദയയാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി സഹായിക്കുന്ന ഹൃദയം. തിരുവചനത്തിൽ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് പഠിപ്പിച്ച യേശു തനിക്ക് ചുറ്റുമുള്ളവരോടും കുഷ്ഠരോഗികളോടും പാപികളോടും ദയ കാണിച്ച് അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. യഥാർത്ഥ ദയ എന്നത് പരിചയമില്ലാത്തവരെയും സ്നേഹിക്കുന്നതാണ്. 6-ാം ഫലം നന്മ. പരിശുദ്ധാത്മാവിന്റെ 6-ാം ഫലം നന്മയാണ്. ശരിയായ വഴിയിൽ നടക്കാനും നന്മ തിരഞ്ഞെടുക്കാനും സഹായിക്കുന്ന ദൈവിക ശക്തി. ബൈബിളിലെ സക്കേവൂസ് ഒരു നികുതി പിരിവുകാരനായിരുന്നു. പക്ഷേ ഈശോയെ കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടായി. അദ്ദേഹം സ്വന്തം സമ്പത്ത് ദരിദ്രർക്ക് നൽകി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ നന്മയിലേക്ക് നയിക്കുന്നു. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ദയയാലും നന്മയാലും നിറയ്ക്കട്ടെ. നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹം ലോകമറിയട്ടെ. പ്രാർത്ഥന. വരണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നന്മയുടെ വഴിയിൽ നയിക്കണമേ. ആമേൻ.